നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും കെജ്രിവാൾ രാജിവെച്ചാൽ കൃത്യമായും ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കാൻ പോകുന്നത് സുനിത കെജ്രിവാളിനെ തന്നെയാണ്. നിലവിലെ ഡൽഹിയിലെ മന്ത്രിമാരിൽ ആരും തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആം ആദ്മി ഉയർത്തുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. സുനിത കെജ്രിവാളിന് ജനസമ്മതി നല്ല രീതിയിൽ ഉണ്ട്. അവർ ഒരുപക്ഷെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നമുക്കറിയാം, ഡൽഹിയിലെ ലോക്സഭാ സീറ്റുകൾ 7 അതിൽ 4 ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്, 3 കോൺഗ്രസും. അത്തരത്തിലാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. ഹരിയാനയിലും ഡൽഹിയിലും ഗുജറാത്തിലും ഒക്കെ ഈ സഖ്യമുണ്ട്. എന്നാൽ പഞ്ചാബിൽ മാത്രമാണ് അത്തരത്തിൽ ഒരു സീറ്റ് ഷെയറിംഗ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ആം ആദ്മി അറിയിച്ചത്. അതിന് കാരണമായി പറയുന്നത്, നിലവിൽ ഭഗവന്ത് മാൻ അവിടെ മുഖ്യമന്ത്രിയാണ്. പഞ്ചാബിൽ ആം ആദ്മി സർക്കാരാണ് ഭരിക്കുന്നത്. പഞ്ചാബിലെ മുഖ്യ പ്രതിപക്ഷം എന്നത് കോൺഗ്രസ് ആണ്. അത്തരത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസുമായി ഒരു സീറ്റ് ഷെയറിംഗ് ഫോർമുല നടത്തിയാൽ അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുക BJPക്കും ശിരോമണി അകാലിദളിനും തന്നെയായിരിക്കും. കാരണം പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ എന്ന റോള് അവർ ഏറ്റെടുക്കും. അതിന് ഒരു രീതിയിലും വഴങ്ങരുത് എന്നുള്ളത് ആം ആദ്മിയുടെ കൂടി ആവശ്യമായിരുന്നു. കോൺഗ്രസിനുള്ള വോട്ട് ഷെയർ കോൺഗ്രസിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. കോൺഗ്രസ് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ജയിച്ചാൽ പോലും തങ്ങൾക്ക് ഒരു രീതിയിലും മനോവിഷമമില്ല. അത്രയേറെ കോൺഗ്രസിനെയും ആം ആദ്മി നേതാക്കളെയും ഒക്കെ ചുറ്റിക്കുന്ന രീതിയിലാണ് BJP കേന്ദ്ര നേതൃത്വത്തെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച്, പല രീതിയിലുള്ള അന്വേഷണ വിഭാഗങ്ങളെ ഉപയോഗിച്ച് ഇവരെയൊക്കെ മാനസികമായി തളർത്തിക്കളയാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിലൊന്നും തളരുന്നവരല്ല ആം ആദ്മിക്കാർ എന്നുള്ളത് പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭഗവന്ത് സിംഗ് മാൻ കൃത്യമായി വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇപ്പോൾ നിലവിൽ ഡൽഹിയിലെയും പഞ്ചാബിലെയും സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് BJP നടത്തി വരുന്നത്. പക്ഷേ അതിനൊന്നും ഒരിക്കലും നിന്നുകൊടുക്കാൻ ആം ആദ്മി തയ്യാറല്ല. കെജ്രിവാളിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം നടക്കുക തന്നെ ചെയ്യും. ഡൽഹി ഹൈക്കോടതിയല്ല അവസാന വാക്ക് എന്നുള്ള കാര്യവും ഭഗവന്ത് മാൻ പറയുന്നുണ്ട്. സൗരവ് ഭരദ്വാജ് എന്ന ഡൽഹിയിലെ മന്ത്രിയും കൃത്യമായി തന്നെ പറയുന്നുണ്ട്, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് വഴി അറസ്റ്റിലായ കെജ്രിവാൾ കൂടുതൽ ശക്തനാവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മുമ്പത്തേക്കാളേറെ പ്രാധാന്യമുണ്ട്. അദ്ദേഹം എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ജനങ്ങൾ കൃത്യതയോടെ കാത്തിരിക്കുകയാണ്. സുനിത കെജ്രിവാളിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ വിവരിക്കുമ്പോൾ അത് ഡൽഹിയിലെ 2 കോടി ജനങ്ങൾ ശ്രവിക്കുകയാണ്. അതിനനുസരിച്ചായിരിക്കും ഇത്തവണ ഡൽഹി ചിന്തിക്കുന്നത്. സാധാരണഗതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 7 2014-ലും 2019-ലും BJPയാണ് തൂത്തുവാരിയതെങ്കിൽ ഇക്കുറി ആ പദ്ധതി നടക്കില്ല. ഇത്തവണ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒറ്റക്കെട്ടായി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു ഗിമിക്കും മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ പോലും അതൊന്നും വില പോകില്ല എന്ന് കൃത്യമായി തന്നെ ആം ആദ്മി നേതാക്കൾ പറയുന്നുണ്ട്.